ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് നോക്കാം. The existence of social diversity does not threaten democracy. Political expression of social difference is possible and sometimes quite desirable in a democratic system. In this chapter, we apply these ideas to the practice of democracy in India. We look at three kinds of social differences that can take the form of social divisions and inequalities. These are social differences based on gender, religion, and caste. In each case, we look at the nature of this division in India and how it gets expressed in politics. We also ask whether different expressions based on these differences are healthy or otherwise in a democracy. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നത് ഒരിക്കലും ഡെമോക്രസിക്ക് ഒരു ഭീഷണിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ചില സമയത്ത് അതൊരു നല്ല കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് ഇന്ത്യയിലെ ഡെമോക്രസിയിൽ പ്രധാനമായിട്ടും വരുന്ന 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ ഡിഫറൻസസ് അപ്ലൈ ചെയ്ത് നമ്മൾ നോക്കിയാണ്. അതായത് ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്. അപ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ, ഫീമെയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, റിലീജിയൻ എന്താണ് മതങ്ങൾ, കാസ്റ്റ് ജാതികൾ, അങ്ങനെ ഈ 3 തരത്തിലുള്ള സോഷ്യൽ ഡിഫറൻസ് ഇന്ത്യയിലെ ഡെമോക്രസി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ജെൻഡർ ആൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ജെൻഡറും പൊളിറ്റിക്സും തമ്മിലുള്ള റിലേഷനാണ്. പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ. Boys and girls are brought up to believe that the main responsibility of women in housework and bringing up children. This is reflected in sexual division of labor in most families. Women do all the work inside the home, such as cooking, cleaning, washing clothes, tailoring, looking after children, etc. And men do all the works outside the home. It is not that men cannot do housework. They simply think that it is for women to attend to these things. When these jobs are paid for, men are ready to take up these works. Most tailors or cooks in hotels are men. Similarly, it is not that women do not work outside their home. In village, women fetch water, collect fuel and work in the fields. In urban areas, poor women work as domestic helpers in middle-class families, while middle-class women work in offices. In fact, the majority of women do some sort of paid work in addition to domestic labor, but their work is not valued and does not get recognition. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ജെൻഡർ ഡിവിഷനാണ്. അപ്പോൾ ജെൻഡർ ഡിവിഷനിൽ ഇതാണ് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. വിമൻസ് എല്ലാം ചെയ്യുന്ന ഹൗസ് ഹോൾഡ് വർക്ക്സ് ചെയ്യണം, മെൻസ് എന്താണ് പുറത്തുള്ള ജോലികൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിക്കൽ ചിന്തകളുണ്ട്. ഇത് ബയോളജി ബേസ്ഡ് അല്ല, പക്ഷെ നമ്മുടെ ഒരു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ആണെന്നാണ് പറയുന്നത് ആ ഒരു ജെൻഡർ ഡിവിഷനും അവരുടെ ആ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോയ് ആയാലും ഗേൾ ആയാലും നമ്മൾ കുട്ടിക്കാലം മുതലേ വളർത്തിക്കൊണ്ട് വരുമ്പോഴേ തന്നെ പറയുന്നത് എന്താണ്, ഒരു സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ കൊടുക്കും. അതായത് വിമൻ ചെയ്യേണ്ടത് ഹൗസ് ഹോൾഡ് വർക്ക്സ് ആയ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് ക്ലോത്ത്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മെൻ എന്ത് ചെയ്യണം, പുറത്തുള്ള ജോലികൾ ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ മെന്നിന് അകത്തുള്ള ഹൗസ് ഹോൾഡ് ജോലികൾ ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ അപ്പോഴും മെന്നിനൊരു തോട്ട് വരും, ഇതൊക്കെ അവർ ചെയ്യേണ്ട ജോലിയാണ് എന്നുള്ളൊരു തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ആ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി പുറത്തുള്ള കാര്യം നോക്കിയാലും ഇത് പെയ്ഡ് വർക്കാണ്. ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ കുക്സ്, ടൈലർ, പുറത്തുള്ള അതായത് സൊസൈറ്റിയിൽ പെയ്ഡ് വർക്ക് ചെയ്യുന്നവരെല്ലാം മെൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൗസിൽ കുക്ക് ചെയ്യുന്നതും ടൈലറിങ് ചെയ്യുന്നതിനും വിമനൊക്കെ ആണെങ്കിൽ പുറത്ത് സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ അത് പെയ്ഡ് വർക്ക് ആകുമ്പോൾ ചെയ്യുന്നത് മെന്നാണ്. അതായത് പൈസ ഏൺ ചെയ്യുന്ന ജോലികളെല്ലാം മെയിലിന് കൊടുക്കുന്നു. പിന്നെ ഹൗസ് ഹോൾഡ് വർക്ക്സ് എല്ലാം വിമനും ചെയ്യുന്നു. ഇനി വിമൻ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിമൻസ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. വാട്ടർ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂൽ വുഡ് കളക്ട് ചെയ്യുക, അഗ്രികൾച്ചർ ഫീൽഡ് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികളെല്ലാം വിമൻ ചെയ്യുന്നുണ്ട്. ഇനി അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ പാവപ്പെട്ട സ്ത്രീകൾ മറ്റ് മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് ഡൊമസ്റ്റിക് വർക്കിന് വേണ്ടി ജോലിക്ക് പോകും, പെയ്ഡ് വർക്കാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് വിമൻസ് എന്ത് ചെയ്യും, ഓഫീസ് വർക്കിനൊക്കെ പോകും. പക്ഷേ ഇതൊന്നും സൊസൈറ്റി വാല്യൂ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പുറത്തുള്ള ജോലി എന്ന് പറയുമ്പോൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന മെയിലിന് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മെയിൽ മാത്രമാണ്. അവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടാറില്ല. The result of this division of labor is that although women constitute half of the humanity,
Their role in public life, especially politics, is minimal in most societies. Earlier, only men were allowed to participate in public affairs, vote and contest for public offices. Gradually, the gender issue was raised in politics. Women in different parts of the world organized and agitated for equal rights. There were agitations in different countries for the extension of voting rights to women. അപ്പോൾ ഇതൊക്കെ കാരണം, ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ കാരണം നമ്മുടെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ ഏകദേശം പകുതിയോളം വരുന്നത് വിമനാണ്, പകുതി മെയിലുമാണ് വരുന്നതെന്ന് നമുക്കൊന്ന് സങ്കല്പിച്ചാൽ, ആ പകുതിയോളം വരുന്ന ആ ഹ്യൂമാനിറ്റിക്ക് ഈ പബ്ലിക് റോളിൽ അല്ലെങ്കിൽ പബ്ലിക് ലൈഫിൽ പൊളിറ്റിക്സിൽ ഒക്കെ വലിയൊരു പങ്കില്ല, ചെറിയൊരു പങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി മെയിൽ, അതായത് ബാക്കി പകുതി വരുന്ന മെയിൽസ് നോക്കുകയാണെങ്കിൽ എന്താണ്, അവർക്കൊരു വലിയ പങ്കുണ്ട് ഈ പബ്ലിക് ഓഫീസ്, വോട്ടിടുക, ഇലക്ഷൻ മത്സരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പബ്ലിക് അഫയേഴ്സിലൊക്കെ വലിയൊരു പങ്കുണ്ടായിരുന്നു. ആ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ നിലനിന്നിരുന്നു. ഇപ്പോൾ ഹാഫ് ദ പോപ്പുലേഷൻ വരുന്ന വിമന് പബ്ലിക് അഫയേഴ്സിലൊന്നും വലിയ പങ്കില്ല, ഒട്ടും പങ്കില്ലാതായി. അതേപോലെ ഹാഫ് ദ പോപ്പുലേഷൻ വരുന്ന മെയിലിന് എന്താണ്, പബ്ലിക്കിൽ വലിയൊരു പങ്കും ഉണ്ടായി. അപ്പോൾ ഇതിനെതിരെ വിമൻ ഓർഗനൈസേഷനൊക്കെ എന്താണ്, ആജിറ്റേഷനും ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് പല കൺട്രീസിലും, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ലോകത്തിലെ പല സ്ഥലത്തും ഈ ഒരു അജിറ്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വിമൻസിനൊക്കെ എന്ത് കിട്ടുന്നത്, വോട്ടിംഗ് റൈറ്റ്സിൻ്റെ അവകാശങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയത്. These agitations demanded enhancing the political and legal status of women and improving their educational and career opportunities. More radical women's movement aimed at equality in personal and family life as well. These movements are called feminist movements. അപ്പോൾ എന്താണ്, ഈ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഈ അജിറ്റേഷൻസ് എല്ലാം ഉന്നയിച്ച ആവശ്യങ്ങളെന്ന് പറയുന്നത് എന്താണ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ്. അതായത് അവർക്ക് കൂടുതൽ പൊളിറ്റിക്കൽ റൈറ്റ്സും ലീഗൽ സ്റ്റാറ്റസും ഒക്കെ വേണമെന്നും അവരുടെ എഡ്യൂക്കേഷനും കരിയർ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ കൂടുതൽ വാല്യൂ കൽപ്പിക്കണമെന്നും ഒക്കെ ഉള്ള ആവശ്യങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇനി കുറച്ചുകൂടെ റാഡിക്കലായ വിമൻ മൂവ്മെൻറ്റ്സ് ഇതും ആവശ്യപ്പെട്ടു. എന്താണ്, ഇനി പേഴ്സണൽ ഫാമിലി ലൈഫിലൊക്കെ അവർക്ക് കുറച്ചുകൂടെ ഇക്വാലിറ്റി വേണം. ഇപ്പം വിമൻ എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് വർക്ക് മാത്രം ചെയ്യുക, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെല്ലാം മാറണം. ഫാമിലി ലൈഫിൽ കൂടുതൽ അവർക്ക് ഇക്വാലിറ്റി വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. Political expression of gender division and political mobilization on this question helped to improve women's role in the public life. We now find women working as scientists, doctors, engineers, lawyers, managers, and college and university teachers, which were earlier not considered suitable for women. In some parts of the world, for example in Scandinavian countries such as Sweden, Norway, and Finland, the participation of women in public life is very high. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജെൻഡർ ഡിവിഷൻ കാരണം ഒക്കെ എന്താണ്, വിമന് ഒരു പബ്ലിക് ലൈഫിൽ നല്ല റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെതിരെയൊക്കെ ഉള്ള ഈ ഒരു ഫൈറ്റ്സ്, അജിറ്റേഷൻസും ഒക്കെ കാരണം കൂടുതൽ റോൾ അവർക്ക് കിട്ടിത്തുടങ്ങി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിമൻസ് സയൻറ്റിസ്റ്റായിട്ടും ഡോക്ടേഴ്സായിട്ടും എഞ്ചിനീയേഴ്സായിട്ടും ലോയേഴ്സായിട്ടും മാനേജേഴ്സായിട്ടും കോളേജ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ഇതൊന്നും ഇവർക്ക് സ്യൂട്ടബിളായിട്ട് കരുതിപ്പെട്ടിരുന്ന ഒരു ജോലി അല്ലായിരുന്നു. ഇനി നമ്മൾ ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നോർവേ, ഫിൻലാൻഡ്, സ്വീഡൻ പോലുള്ളതായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ആ ഒരു പബ്ലിക് ലൈഫിൽ വിമൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇലക്ഷൻ നയിക്കുക, അങ്ങനെ പബ്ലിക് കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിമൻ്റെ പങ്ക് ഒരുപാട് കൂടുതലാണ്. ഇൻ അവർ കൺട്രി women still lag much behind men despite some improvements in independence. Our is still a male-dominated patriarchal society. Women face disadvantage, discrimination and oppression in various ways. ഇനി നമ്മുടെ രാജ്യത്തേക്ക് നോക്കുകയാണെങ്കിൽ വിമൻ ഇപ്പോഴും ഒരുപാട് പിറകിലാണ്, ഒരുപാട് ലാഗ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇൻഡിപെൻഡൻസിന് ശേഷം കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ദേ ആർ ലാഗിങ് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴും നമ്മുടെ രാജ്യം എടുത്ത് നോക്കി അതൊരു മെയിൽ ഡോമിനേറ്റഡ് പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. വിമൻസ് ഇപ്പോഴും സൊസൈറ്റിയിൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഡിസ്ക്രിമിനേഷനും ഒക്കെ നേരിടുന്നുണ്ട്. The literacy rate among women is only 54% compared with 76% among men. Similarly, a smaller portion of girl students go for higher studies. When we look at school results, girls perform as well as boys, if not better in some places, but they drop out because parents prefer to spend their resources for their boys' education rather than spending equally on their sons and daughters.
ഇനി നമ്മുടെ രാജ്യത്തെ വിമൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 54% ആണ്. മെന്നിൻ്റെ ആകുമ്പോൾ അത് 76% ആണ്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റും. ഇനി ഹയർ സ്റ്റഡീസിന് പോകുന്ന ഗേൾസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്കൂൾ റിസൾട്ട്സ് നോക്കുമ്പോൾ ഏകദേശം ബോയ്സിനും ഗേൾസിനും ഒക്കെ ഏകദേശം ഒരുപോലത്തെ റിസൾട്ട് ആയിരിക്കും. ചിലപ്പോൾ ഗേൾസിനും ബോയ്സിനേക്കാൾ ബെറ്റർ റിസൾട്ട്സും ആയിരിക്കും. പക്ഷേ ഈ ഗേൾസിനെ പഠിപ്പിക്കാൻ കുറച്ച് പാരൻസ് മാത്രമേ തയ്യാറാവുന്നുള്ളൂ. അവരവരുടെ റിസോഴ്സ് മൊത്തവും ആ സണ്ണിനെ പഠിപ്പിക്കാനായിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. No wonder the proportion of women among the highly paid and valued jobs is still very small. On an average, an Indian woman works on 1 hour more than an average man every day. Yet much of her work is not paid and therefore often not valued. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു വിമന് ഹൈ പെയ്ഡ് അല്ലെങ്കിൽ ഹൈ വാല്യൂഡ് ജോബൊന്നും കിട്ടുന്നത് ഇപ്പോഴും വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സൊസൈറ്റിയിലുള്ള ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യൻ വുമൺ ആ ഒരു ആവറേജ് മാനിനേക്കാളും 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ മിക്കതും എന്താണ്, ഒരു പെയ്ഡ് വർക്കല്ല. അവരുടെ എഫേർട്ടൊന്നും വാല്യൂ ചെയ്യപ്പെടുന്നുമില്ല. The Equal Remuneration Act 1976 provides that equal wages should be paid to equal work. However, in almost all areas of work, from sports and cinema to factories and fields, women are paid less than men, even when both do exactly the same work. അപ്പോൾ ഈക്വൽ റെമുനറേഷൻ ആക്ട് 1976 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ വർക്കിന് ഈക്വൽ വേജസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഏരിയയിലും എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ സ്പോർട്സ് മുതൽ സിനിമ വരെ എടുത്ത് നോക്കിയാൽ, ഫാക്ടറി മുതൽ ഫീൽഡ് വരെ എടുത്ത് നോക്കിയാലും വിമൻ മെന്നേക്കാളും കുറച്ച് മാത്രമേ വേജസ് കിട്ടുന്നുള്ളൂ. വിമന് വേജസ് കുറവാണ്. അപ്പോൾ അവർ സെയിം എക്സാക്ട് വർക്കാണ് ചെയ്യുന്നതെങ്കിലും വേജസ് കുറവാണ്. ഇനി ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ പാരൻസ് പ്രിഫർ ടു ഹാവ് സൺസ് ആൻഡ് ഫൈൻഡ് ways to have the girl child aborted before she is born. Such selective abortion led to a decline in child sex ratio, number of girl children per 1,000 boys in the country to merely 990. As the map shows, this ratio has fallen below 850 or even 800 in some states. അപ്പോൾ ഇന്ത്യയിലെ പല പാർട്സിലും എന്താണ്, ഗേൾ ചൈൽഡിനേക്കാളും ഒരു മെയിൽ ചൈൽഡിനെയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ ഈ സെക്സ് സെലക്റ്റീവ് അബോർഷനൊക്കെ കാരണം ഈ വിമൻ്റെ ചൈൽഡിൻ്റെ റേറ്റ് കുറയുകയാണ്. ഏകദേശം 919 ഇന്ത്യയിലെ ബോയ് ഗേൾ റേഷ്യോ എന്ന് പറയുന്നത്. പല സ്റ്റേറ്റിലും അത് 850-നും 800-നും താഴെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. There are reports of various kinds of harassment, exploitation and violence against women. Urban areas have become particularly unsafe for women. They are not safe even within their own home from beating, harassment and other forms of domestic violence. ഇനി ഒരുപാട് കേസസ് ഉണ്ടാകുന്നുണ്ട് വിമൻസിനെതിരെ ഹറാസ്മെൻറ്റ്, എക്സ്പ്ലോയിറ്റേഷൻ, വയലൻസ് ഒക്കെ ഉണ്ടാകുന്ന കേസുകളെല്ലാം ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിൽ കൂടുതൽ വിമൻ അൺസേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവരുടെ ഹോംസിൽ തന്നെ അവർ സേഫ് അല്ല. ബീറ്റിംഗ്, ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ അവർ നേരിടുന്നുണ്ട്. വിമൻസ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. All this is well known, yet issues related to women's well-being or otherwise are not given adequate attention. This has led many feminist and women movements to the conclusion that unless women control power, their problems will not get adequate attention. One way to ensure this is to have more women as elected representatives. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം, ഒരു നല്ല പരിഹാരം കിട്ടുന്നില്ല. ഇനി അപ്പോൾ ഇത് കാരണമൊക്കെ ഒരുപാട് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവുകയാണ്. അവരുടെ കയ്യിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിനെതിരെ ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എന്താണ്, വിമൻസ് കൂടുതൽ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരണം, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ കൂടുതൽ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. In India, the proportion of women in legislature have been very low. For example, the percentage of elected women members in Lok Sabha has touched
14.36% of its total strength. For the first time in 2019, their share in the state assemblies is less than 5%. In this respect, India is among the bottom group of nations in this vote. India is behind the average for several developing countries of Africa and Latin America. In the government's cabinets are largely all male even when a woman becomes the chief minister or the prime minister. അപ്പോൾ ഇന്ത്യയിൽ വിമൻ ലെജിസ്ലേച്ചർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിമൻ അധികാരത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറുന്ന റേറ്റ് എന്നുള്ളത് വളരെ കുറവാണ്. അപ്പോൾ ലോക്സഭയിൽ എലക്ട് ചെയ്യപ്പെടുന്ന വിമൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 14.36% മാത്രമാണ്. ഇനി അവരുടെ സ്റ്റേറ്റ് അസംബ്ലിയിലെ ഷെയർ എന്ന് പറയുന്നത് 5% താഴെയാണ്. അങ്ങനെയൊക്കെയാണ് വിമൻ്റെ എലക്റ്റഡ് ആ ഒരു റേഷ്യോ വരുന്നത്. ഇനി ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റിൽ വളരെ താഴെയാണ് ഒരു റേറ്റിൽ. ഇന്ത്യ എന്ന് പറയുന്ന ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനേക്കാളും ആ ഒരു വിമൻ റെപ്രസെൻറ്റേറ്റീവ് റേറ്റിൽ താഴെയാണ്. ഇനി നമ്മൾ ഏകദേശം ഒരു ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ വിമൻ ആയാലും ആ മന്ത്രിസഭയിലെ മിക്ക ആൾക്കാരും ആയിരിക്കും അല്ലെങ്കിൽ എല്ലാവരും ആരായിരിക്കും മെയിൽസ് ആയിരിക്കും. One way to solve this problem is to make it legally binding to have a fair proportion of women in the elected bodies. This is what the Panchayati Raj has done in India. 1/3 of seats in local government bodies in panchayats and municipalities are now reserved for women. Now there are more than 10 lakh elected women representatives in rural and urban local bodies. ഇനി ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു നല്ല മാർഗം അല്ലെങ്കിൽ ഏക മാർഗം എന്ന് പറയുന്നത് ഒരു ലീഗലി ബൈൻഡിങ് ആക്കുക. ഒരു ഫെയർ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിമന് കൃത്യമായിട്ടും ഇത്ര പ്രൊപ്പോർഷൻ വേണം, ഇത്ര പ്രൊപ്പോർഷൻ സീറ്റ് വേണം അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ലീഗലി ബൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിയമപരമാക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ള ലോക്കൽ ഗവൺമെൻറ് ബോഡീസിൽ 1/3 സീറ്റ് വിമന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷത്തിന് മേലെ എലക്റ്റഡ് വിമൻ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. റൂറൽ ഏരിയ ആയിട്ടും അർബൻ ഏരിയയിലും ആയിട്ട് 10 ലക്ഷത്തിലേറെ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. Women organizations and activists have been demanding a similar reservation of at least 1/3 of seats in the Lok Sabha and state assemblies for women. A bill with this proposal has been pending before the parliament for more than a decade, but there is no consensus over this among all the political parties. The bill has not been passed. അപ്പോൾ വിമൻ ഓർഗനൈസേഷനും ആക്ടിവിസ്റ്റും ഒക്കെ ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും ഏകദേശം 1/3 ഒരു സീറ്റ്സിൻ്റെ റിസർവേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പാർലമെൻറ്റ് ഒരുപാട് കാലങ്ങളായിട്ട് ഇത് ഇങ്ങനെ പെൻഡിങ്ങിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു എഫേർട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് എടുക്കുന്നില്ല. ഈ ബില്ല് ഇതുവരെ പാസ്സായിട്ടുമില്ല. Gender division is an example that some form of social division needs to be expressed in politics. This also shows that disadvantaged groups do benefit when social divisions become a political issue. Do you think that women could have made the gains we noted above if their unequal treatment was not raised in the public domain? ഇനി ജെൻഡർ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡിവിഷൻ എക്സാമ്പിളാണ്. നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് സോഷ്യൽ ഡിവിഷൻ, ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിൽ ആദ്യത്തെ ഒരു സോഷ്യൽ ഡിവിഷൻ എക്സാമ്പിളാണ് അല്ലെങ്കിൽ ജെൻഡർ ഡിവിഷനാണ്. അതൊരു സോഷ്യൽ ഡിവിഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് റൈസ് ചെയ്തുകൊണ്ട് വരാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നോക്കാം.